Hello friends, today we have to discuss the rest of the problem that we had been discussing yesterday. So let's discuss that problem. Okay, so yesterday we found out the value of x as no, we didn't find the value of x, we just defined it to expressions, right? Yesterday the expressions that we found was y square is equal to 3 square minus x square. This was the first expression, and y square is equal to, this is y square is equal to 2 square. Okay, I'm writing the expression as it was given in the textbook. Okay, this is the expression number 2. Okay, equating 1 and 2, equating 1 and 2, minus x square is equal to 4 minus 16 minus 8x plus x square. Okay, I'm just doing the derivation as I had done the derivation yesterday. Okay, bracket open ചെയ്തപ്പോൾ ഇങ്ങനെയാണ് expressions വരുന്നത്. 9 minus x square is equal to minus 12 plus 8x minus x square. Minus x square can be cancelled. ഇതിൽ നിന്ന് നമുക്ക് 9 plus 12, so x can be found from this, and we get x as 2.625 meters. 2.625 meters. Okay, this is the value of x. So x കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അതിൽ നിന്ന് y കണ്ടുപിടിക്കാമല്ലോ. We have to just use the expression y square is equal to 3 square minus x square. Let's substitute here, y square is equal to 9 minus 2.625 whole square. Y കിട്ടും. ഇതിൽ നിന്ന് y കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്കിവിടെ വൈയുടെ ആവശ്യമില്ല, എന്നാലും വൈ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ ഒരു വൈ കണ്ടുപിടിച്ചിട്ടില്ല. നമുക്ക് വൈ കണ്ടുപിടിക്കേണ്ടെന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, വേണമെങ്കിൽ നമുക്ക് വൈ കണ്ടുപിടിക്കാം. നോക്കട്ടെ, വൈ എത്ര വരും? 9 മൈനസ് 2.625 സ്ക്വയർ. ആൻസർ നമുക്ക് 2.109 എന്ന് വരും. അത് അതിന്റെ റൂട്ട് എടുക്കണം. റൂട്ട് ഓഫ് ആൻസർ we'll get 1.4523 meters. y വരുന്നത് 1.5 എന്ന് അസ്യൂം ചെയ്യാം. കുഴപ്പമില്ല, ഇതിന്റെ ആവശ്യമില്ല. 1.45 ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ ഇത് അതിനൊരു സ്റ്റെപ്പ് എത്തിയേ ഉള്ളൂ, ഒരു പാർട്ട് എത്തിയതേ ഉള്ളൂ നമുക്ക്. ഓക്കെ, നമുക്ക് ബാക്കി പാർട്ടിലേക്ക് പോവാം. We only reached a certain part of the problem. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ അൺനോൺ ഫോഴ്സ്, അതായത് ലോഡ് ഹങ് അറ്റ് പോയിന്റ് ഡി, so that the system becomes equilibrium. The system becomes equilibrium. ഞാൻ ഇനി നിങ്ങൾക്കൊരു ടിപ്പാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ടിപ്പ് എന്നല്ല, ഈ പ്രോബ്ലം ചെയ്യുന്നതിന്റെ ഒരു മെത്തേഡാണ്. ഞാൻ ആയിട്ട് കണ്ടുപിടിച്ച മെത്തേഡൊന്നുമല്ല ഇത്. ആക്ച്വലി നമുക്കിവിടെ ആവശ്യമുണ്ട്. ഓക്കെ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം തന്നതിന് ശേഷം അവർ പറയാണ് വി നീഡ് ടു ഫൈൻഡ്, ഇറ്റ്സ് എ സ്റ്റാറ്റിക് സിസ്റ്റം, റെസ്റ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റമാണ്. ആ സിസ്റ്റത്തില് ഇഫ് ദർ ആർ സർട്ടൺ അൺനോൺ ലോഡ് ഓർ റിയാക്ഷൻ ഫോഴ്സ്, ഓക്കെ, അങ്ങനെ എന്തെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ we need to use the
equilibrium condition. Okay, we need to use the equilibrium condition. കഴിഞ്ഞ പ്രോബ്ലം നമുക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ആ സ്ലാൻഡ് ചെയ്ത് ഇരിക്കുന്ന ആ ഒരു സർഫസിൽ നമ്മൾ ബോഡി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? വി ഫൗണ്ട് സിഗ്മ എഫ് എക്സ് സിഗ്മ വൈ സിഗ്മ എഫ് വൈ നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഇക്വേറ്റ് ചെയ്തു, സീറോയിനോട് ഇക്വേറ്റ് ചെയ്തു അല്ലെ? എന്നിട്ടല്ലേ നമ്മൾ ആൽഫ എന്ന് പറഞ്ഞ കമ്പോണന്റ് കണ്ടുപിടിച്ചത്. അതേപോലെ തന്നെ വി വിൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഓർ വി വിൽ ബി യൂസിങ് ദ equilibrium condition. Sigma FH is equal to 0, sigma FV is equal to 0. Okay, നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും we'll be proceeding with this concept. Okay, ഇതുപോലെ അൺനോൺ ആയിട്ടുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് വേണം നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ. ഓക്കെ, ലെറ്റ്സ് ഗോ. അടുത്ത നമ്മുടെ സെക്ഷനിലേക്ക് പോവുകയാണ്. സോ അതിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഓക്കെ, ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിഡർ പോയിന്റ് സി. അതായത് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലോഡ്സ് ആണ്, അവിടുത്തെ ലോഡുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ അതിന് മുന്നേ നമ്മൾ ഈ സിസ്റ്റം ഞാൻ ഒന്നുകൂടെ ഇവിടെ വരയ്ക്കുകയാണ്. സിമ്പിൾ ആയിട്ടുള്ള സിസ്റ്റം ഞാൻ ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണ്, കാരണം ഇവിടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇവിടെ ഇരിക്കട്ടെ. This is C, this is D, this is A, this is B. Okay, ഇവിടെ ലോഡ് എത്രയാണ്? 300 ന്യൂട്ടൺ അല്ലേ? 300 ന്യൂട്ടൺ ഇവിടുത്തെ ലോഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ലെറ്റ് ഇറ്റ് ബി എക്സ് ന്യൂട്ടൺ. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ഡയമെൻഷന്റെ ആവശ്യം കിടക്കട്ടെ. 3, 2. ഓക്കെ, എക്സ് നമുക്കറിയാം, ഇവിടെ 4 മീറ്റേഴ്സ് ആണ്. ഇവിടെ എത്രയായിരുന്നു? 2.625 മീറ്റേഴ്സ്. ഇവിടെ എത്രയായിരുന്നു? 4 മൈനസ് 2.625, 4 മൈനസ് 2.625, 1.375, 1.375. ഓക്കെ, 1.375, അതായത് ഇവിടെ 1.375, 1.375 ഇതാണ് ഇവിടുത്തെ ഡയമെൻഷൻ, മീറ്റേഴ്സ്. ഓക്കെ, നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വി നീഡ് ടു ഫൈൻഡ് ദി അൺനോൺ ആംഗിൾസ്. എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഈ പോയിന്റ് സിയിൽ ഒരുപാട് ലോഡുകളുണ്ട്. ഓക്കെ, ഈ പോയിന്റ് സിയിൽ ഒരുപാട് ലോഡുകളുണ്ട്. ആ ലോഡുകളെ വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് അൺനോൺ ആയിട്ടുള്ള കുറച്ച് ലോഡുകൾ കണ്ടുപിടിക്കാം. ഓക്കെ, അതായത് നമുക്ക് ഈ സ്ട്രിങ്ങിനെ നമ്മൾ, അതായത് ഇവിടെ റോപ്പിനെ ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ടെൻഷൻ ഉണ്ട്, ഈ ടെൻഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ ഈ സ്ട്രിങ് ഈ സൈഡിൽ ഒരു സപ്പോർട്ട് ഉണ്ട്, അതായത് ഒരു ആർബിട്രറി സപ്പോർട്ട് ഉണ്ട്. ഇവിടെ ലോഡ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ദിസ് പാർട്ട് വിൽ ബി ആക്ടിങ് ആസ് എ സപ്പോർട്ട് ഫോർ ദിസ് ലോഡ്. ഓക്കെ, സോ ദർ വിൽ ബി എ ടെൻഷൻ ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് ടെൻഷനും നമുക്കിപ്പോ കണ്ടുപിടിക്കണം വിത്ത് റെഫറൻസ് ടു ദിസ് 300 ന്യൂട്ടൺ ബൈ അപ്ലൈങ് ദ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഓക്കെ, അതിനുവേണ്ടി നമുക്കറിയാം ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്ത സമയത്ത് നമ്മൾ ആംഗിളുകൾ കാണിക്കേണ്ടി വരും. ഓക്കെ, ഇവിടുത്തെ ആംഗിൾ നമുക്കറിയാം 90 ഡിഗ്രി ആണെന്ന് അറിയാം. ഓക്കെ, നമുക്ക് ഈ അൺനോൺ ആയിട്ടുള്ള ഈ ഒരു റോപ്പിന്റെ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയും നേരം ഈ ലെങ്തും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, സോ ശ്രദ്ധിക്കും. സോ ലെറ്റ് ദി ആംഗിൾ അറ്റ് ദിസ് പോയിന്റ് ബി തീറ്റ. ഓക്കെ, ഈ ഇവിടത്തെ ആംഗിൾ ഞാൻ ഫൈ എന്ന് വിളിക്കാം. ഇവിടെയും നമുക്ക് ലോഡ് അനാലിസിസ് ചെയ്യണം, അതായത് നമ്മൾ ഇവിടെയും ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ എക്സ് ന്യൂട്ടൺ കണ്ടുപിടിക്കാൻ പറ്റൂ. അത് എങ്ങനെ നമുക്ക് ഇവിടുന്ന് ലോഡ് എല്ലാം കണ്ടുപിടിച്ചിട്ട്, അതായത് ഇവിടുത്തെ അൺനോൺ ലോഡ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യുന്നത്, അതായത് ഇങ്ങോട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഈ കൺസെപ്റ്റ് നമ്മൾ പലയിടത്തും അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, ഈ കൺസെപ്റ്റ് നമ്മൾ പലയിടത്തും അപ്ലൈ ചെയ്യേണ്ടി വരും. നോക്കൂ, we are going to find the unknown angles. Okay, so to find theta, what I'm going to do is I'm taking, നമുക്ക് അവിടെ ഓപ്പോസിറ്റ് ആംഗിളും ഹൈപ്പോട്ടന്യൂസും അറിയാം. അപ്പൊ നമുക്ക് സൈൻ തീറ്റ എടുത്തൂടെ? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് വരും? 2.625, അതായത് എക്സ് ബൈ 3. ഓക്കെ, ഇംപ്ലൈസ് നമുക്ക് തീറ്റ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സൈൻ ഇൻവേഴ്സ് ഓഫ് 2.625 by 3. Okay, therefore we'll be getting the angle as എത്ര? തീറ്റ ആംഗിൾ നമുക്ക് വരുന്നത് 61.04 ഡിഗ്രി എന്നാണ്. ഓക്കെ, ഇവിടുത്തെ ആംഗിൾ
തീറ്റ ഇസ് ഈക്വൽ ടു 61.04 ഡിഗ്രി. അതുപോലെ നമ്മൾ ഫൈ കണ്ടുപിടിക്കുകയാണ്. ടു ഫൈൻഡ് ഫൈ, സൈൻ ഫൈ എടുക്കുകയാണ്. സൈൻ ഫൈ ഇസ് ഈക്വൽ ടു 1.315 by 2 is equal to, implies phi is equal to sine inverse of 1.315 by 2. 2 is equal to എത്ര വരും? ആംഗിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 43.43 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഇനിയാണ് ഞാൻ കൺസിഡറിങ് പോയിന്റ് സി ചെയ്യാൻ പോകുന്നത്. സോറി, ഞാൻ അതിന്റെ ഇടയിൽ ആംഗിൾ പറഞ്ഞു. ഓക്കെ, കൺസിഡറിങ് പോയിന്റ് സി ഞാൻ അങ്ങോട്ട് വരികയാണ്. കൺസിഡറിങ് പോയിന്റ് സി, വേറൊരു കളർ കിട്ടാം. ഓക്കെ, കൺസിഡറിങ് പോയിന്റ് സി. ഓക്കെ, പോയിന്റ് സി, ഞാൻ അവിടെ ആ ഡയഗ്രാം വരയ്ക്കുകയാണ്, ലോഡ് ഡയഗ്രാം. അതായത് നമ്മൾ അവിടുത്തെ ലോഡ് ഡയഗ്രാം അല്ല, അതിനെ പറയുന്നത് എന്താണ്? ഫ്രീ ബോഡി ഡയഗ്രാം. ഐ എം ഗോയിങ് ടു ഡ്രോ പോയിന്റ് സി ഫ്രീ ബോഡി ഡയഗ്രാം, FBD വരയ്ക്കുകയാണ്. ഓക്കെ, ഐ എം ഡ്രോയിങ് ദ x axis and the y axis. Okay, there is a load acting downwards, which is the load. Okay, load, third acting the load W is equal to 300 Newton, and a force from the origin. Okay, tension, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ടെൻഷന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു. അതായത് അത് ലോഡിൽ നിന്ന് സപ്പോർട്ടിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. ആൻഡ് ദ ടെൻഷൻ ഐ എം ഗിവിംഗ് ആസ് T, വി ഡോണ്ട് നോ. ഓക്കെ, ഞാൻ ആ ടെൻഷന് ഞാൻ TCA എന്ന് വിളിക്കുകയാണ്. ഓക്കെ, സി കാരണം എയിലോട്ട് ആക്ട് ചെയ്യുന്ന, അതായത് എ എന്ന് പറയുന്ന സപ്പോർട്ടിലേക്ക് ആക്ട് ചെയ്യുന്ന ടെൻഷൻ. ഓക്കെ, ഇവിടുത്തെ ആംഗിൾ തീറ്റ, and a tension is acting along the string here to the support or the arbitrary support due to the load at D. Okay, അത് ഞാൻ TCD എന്ന് വിളിക്കാം, TCD. Okay, TCD, theta is equal to 61.04 degree. TCD. ഞാൻ ലോഡ് അനാലിസിസ് നമുക്ക് ഇനി ചെയ്യണം. ലോഡ് അനാലിസിസ്, ലോഡ് നമുക്ക് അനാലിസിസ് അല്ല, ലോഡ് നമുക്ക് അൺനോൺ ലോഡ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അൺനോൺ ലോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ടെൻഷൻ ഉണ്ട്, ഈ രണ്ട് ടെൻഷനും കണ്ടുപിടിക്കണം. സോ ഫോർ ഫൈൻഡിങ് ദാറ്റ് യു ഹാവ് ടു ടേക്ക് സിഗ്മ FH and sigma FV is equal to 0. Sigma FH is equal to 0, sigma FV is equal to 0. Okay, ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ ഇവിടത്തെ ആംഗിൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടത്തെ ആംഗിൾ കണ്ടുപിടിക്കുക. ഇവിടത്തെ ആംഗിൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വരും? 90 minus 61.04 എത്ര വരും? 28.96. ഓക്കെ, ഇവിടുത്തെ ആംഗിൾ 28.96. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ എഴുതുന്നത്. ഓക്കെ, നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ വ്യത്യാസമായിട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുമില്ല, അവര് ഇപ്പൊ ഞാൻ ആ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു തന്നിരിക്കുന്ന മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാത്തത്. അവസാനം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ പ്രോബ്ലം കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. സിഗ്മ FH is equal to W വരൂ. സിഗ്മ FH W വരൂ? ഇല്ല, W വരൂല. അവിടെ നമുക്ക് TCAയും TCDയും എടുക്കാം. TCD അതുപോലെ തന്നെ എടുക്കാം. TCD പ്ലസ് TCD ലോഡാണ്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലോഡാണ്, ഫോഴ്സ് ആണ്. ഓക്കെ, TCD അതിൻ്റെ കൂടെ 9.81 ഒന്നും മൾട്ടിപ്ലൈ ചെയ്യരുത്. ഓക്കെ, അതൊരു ഫോഴ്സ് ആണ്. TCD മൈനസ് TCA into cos 28.96. ഇത് എക്സ്പ്രഷൻ നമ്പർ 3 എടുത്താൽ മതി. ഓക്കെ, ഇനി സിഗ്മ FV എടുത്ത സിഗ്മ FV എന്ന് പറയുമ്പോൾ എത്ര വരും? എന്തൊക്കെ വരും? W, അതായത് മൈനസ് 300. TCD വരില്ല, പക്ഷെ TCA വരും. പ്ലസ് TCA സൈൻ 28.96. ഓക്കെ, ഇക്വേഷൻ നമ്പർ 4. എന്നാൽ ഇക്വേഷൻ നമ്പർ 4 സോൾവിങ് ഇക്വേഷൻ നമ്പർ 4 അതിൽ നിന്ന് നമുക്ക് TCAയുടെ സോൾവ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് സോറി ഓക്കെ, ഈ എക്സ്പ്രഷനെ നമ്മൾ ഈക്വൽ ടു 0 എഴുതാൻ മറന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് സിഗ്മ FH is equal to 0, സിഗ്മ FV is equal to 0 ആണ്. ഓക്കെ, മറന്നു. ഇപ്പൊ TCA is equal to, ഇവിടെ ഇക്വേഷൻ നമ്പർ 4 വേണം നോക്കാം കേട്ടോ.
TCA is equal to എന്ത് വരും 300 by sin 28.96. therefore നമുക്ക് TC എത്ര വരും TC എത്ര വരും അവിടെ TAC എന്നാണ് കൊടുത്തേക്കുന്നത് പേടിക്കൊന്നും വേണ്ട TCA അത് ഞാൻ കൊടുത്ത നൊട്ടേഷൻ അവിടെ കൊടുത്തേക്കുന്ന നൊട്ടേഷൻ TAC അത്രേ ഉള്ളൂ ഓക്കെ 619.58 ന്യൂട്ടൺ അതായത് TAC അല്ലെങ്കിൽ TCA എന്ന് പറഞ്ഞാൽ ഈ റോപ്പിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയാണ് 619.58 ന്യൂട്ടൺ ആണ് ഓക്കെ ഇനി നമുക്ക് TCD കണ്ടുപിടിക്കണം TCD നമുക്ക് ആവശ്യമുണ്ട് ഇവിടെ ഓക്കെ okay so again taking the next expression okay sigma FH is equal to 0 sigma FH is equal to 0 ൽ നിന്ന് TCD minus TCA cos 28.96 അല്ലേ 28.96 എത്ര വന്ന് 28.96 cos 28.96 okay is equal to 0 അപ്പോൾ TCD നമുക്ക് നേരത്തെ കേസിൽ നിന്ന് കിട്ടി TCD അല്ല TAC നമുക്ക് കഴിഞ്ഞ കേസിൽ നിന്ന് കിട്ടി എത്രയാണ് വന്നത് TAC എത്രയാണ് വന്നത് TCD minus TAC എത്ര വന്നത് 619.58 cos 28.96 therefore ഒന്നുമില്ല TCD അതിൽ നിന്ന് ഡയറക്റ്റ് കിട്ടും TCD is equal to 542.11 TDC എന്നാണ് TCD എന്നാണ് ഞാൻ എടുത്തത് നേരത്തെ TCD കുഴപ്പമില്ല ഇഷ്ടമുള്ള നൊട്ടേഷൻ കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് അൺനോൺ ആയിട്ടുള്ള ടെൻഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ now what we have to do is നോക്കൂ ശ്രദ്ധിക്കണേ നോക്കൂ നമ്മൾ ആ ലോഡ് നമ്മുടെ ആ സെറ്റപ്പ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ ഇങ്ങനെയാണ് ഇരുന്നത് അല്ലേ വരയ്ക്കുമ്പോൾ ശരിയാവാത്തതാണ് എക്സ്ക്യൂസ് മീ ABCD ഓക്കെ നമുക്ക് ഇവിടെയും ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് ഇവിടെയും ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടത്തെ ടെൻഷൻ കിട്ടി ഈ ലോഡ് നമുക്ക് അറിയാമായിരുന്നു നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് ഇവിടത്തെ സംഭവമാണ് കണ്ടുപിടിക്കേണ്ടത് ഇനി ശ്രദ്ധിച്ചിരിക്കണേ നോക്കൂ ഇവിടെ ഞാൻ പറഞ്ഞു TCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സിയിൽ ആക്ട് ചെയ്യുന്ന അതായത് സിയില് ഈ ലോഡ് കാരണം ഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് എ സപ്പോർട്ട് ഫോർ സി ഓക്കെ സിയിലെ ലോഡ് ഇറ്റ് വിൽ ബി ആക്ടിങ് ഡി വിൽ ബി ആക്ടിങ് ആസ് എ സപ്പോർട്ട് ഫോർ ദ ലോഡ് അറ്റ് സി സോ എ ടെൻഷൻ വിൽ ബി ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ ഓക്കെ ഇത് ഒരേ സ്ട്രിങ് ആണ് ഒറ്റ സ്ട്രിങ് ആണ് ഓക്കെ ഈ ലോഡ് കാരണം ഈ സപ്പോർട്ടിലേക്ക് ആക്ട് ചെയ്യുന്ന ടെൻഷനും അതുപോലെ ഇവിടുത്തെ ലോഡ് കാരണം ഇവിടെ ഒരു ലോഡ് ഉണ്ടല്ലോ അതുപോലെ അതായത് സിയിൽ ഒരു ലോഡ് ഉള്ളതുപോലെ ഡിയിലും നമുക്കൊരു ലോഡ് ഉണ്ട് അപ്പോൾ ഈ ലോഡ് കാരണം ദിസ് ലോഡ് കാരണം the C will be acting as a arbitrary support അല്ലെ അപ്പോ അങ്ങോട്ടും അതായത് സിയിലെ ലോഡ് കാരണം ഡി ഒരു സപ്പോർട്ടാണ് ഡിയിലെ ലോഡ് കാരണം ഡിയിലെ ലോഡിന് സി ഒരു സപ്പോർട്ടാണ് അപ്പൊ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ ഉണ്ടാവും എന്നാൽ നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് ടെൻഷനും സെയിം ആണെന്ന് നമുക്ക് ഡയറക്റ്റ്ലി പറയാൻ പറ്റും ഓക്കെ ഈ രണ്ട് ടെൻഷനും സെയിം ആണെന്ന് നമുക്ക് ഡയറക്റ്റ്ലി പറയാൻ പറ്റും ഈ ഒരു അസംപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഈ ടെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടിക്കാണ് നമ്മൾ നേരത്തെ ഒറ്റ ലോഡായ വെയിറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമുക്ക് രണ്ട് ടെൻഷൻ കിട്ടി അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ നമുക്കൊരു പുതിയ ടെൻഷൻ കിട്ടി ഈ ടെൻഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് അവിടുത്തെ അൺനോൺ ആയിട്ടുള്ള ഒരു ടെൻഷനും അതിൽ ഹങ് ചെയ്തിരിക്കുന്ന ലോഡും നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും ഓക്കെ സോ ഗോയിങ് ടു പോയിന്റ് ഡി വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും പോയിന്റ് ഡി
ഇവിടെ നമുക്കൊരു എക്സ് ന്യൂട്ടൺ ഞാൻ പറഞ്ഞു അത് അൺനോൺ ആയിട്ടുള്ള ഒരു ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ടി ഡി സി എന്ന് പറഞ്ഞ ഒരു ടെൻഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഇതിന് എങ്ങനെ വേണമെങ്കിലും നെയിം ചെയ്യാം. പക്ഷെ നെയിം ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ പറയണം. ഇപ്പം നോക്കൂ, നിങ്ങൾ ക്വസ്റ്റ്യനിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നെയിം ചെയ്യാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഇങ്ങനെയുള്ള ഒരു ലോഡാണെന്ന് വിചാരിക്കുക. ഞാൻ ഇന്നലെയും എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു ഈ കാര്യം. അതായത് ലോഡ് കാരണം ഈ ഡബ്ല്യു എന്ന് പറഞ്ഞ എ എന്ന് പറഞ്ഞ ലോഡ് കാരണം എയിൽ ലോഡ് തൂക്കിയിട്ടിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ പോയിന്റിൽ ലോഡ് തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ടി ഡി സി എന്നോ ടി എ ബി. ടി എ ബി എന്ന് പറഞ്ഞിട്ട് പറയണം ലോഡ് ഹങ് അറ്റ് എ ആൻഡ് ബി is the support tension acting from A to B. അതാണ് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായില്ലേ? TAB, the tension will be acting in the upward direction. മനസ്സിലായില്ലേ? ഇതെന്തായിരിക്കും? TDC ഇത് TDB അല്ലെ? TDB. So write the equation sigma FH. sigma FH എന്ത് വരും? ഇവിടുത്തെ ആംഗിൾ നമുക്കറിയാം. ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? Phi is 43.43. 43.43. Okay, 43.43. സിഗ്മ എഫ് എച്ചിന്റെ എക്സ്പ്രഷൻ എഴുതുക. സിഗ്മ എഫ് എച്ചിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുമ്പം ഞാൻ അതിന്റെ വാല്യൂസ് ഒന്നും എഴുതുന്നില്ല. നിങ്ങൾ ബാക്കി സോൾവ് ചെയ്താൽ മതി, സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ മതി. ഓക്കെ, നോക്കൂ. ടി ഡി ബി കോസ് 90 minus 43.43 minus TDC is equal to 0. ഫസ്റ്റ് എക്സ്പ്രഷൻ. ഇതിൽ നിന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? TDC കിട്ടും. TDC അല്ല, സോറി, TDB കിട്ടും. സിഗ്മ എഫ് പി എന്താണ്? TDB sin 90 minus 43.43 minus x Newton is equal to 0. ഇതിൽ നിന്ന് അപ്പം ഈ ഇക്വേഷൻ ഫസ്റ്റ് നമ്മുടെ ഫിഫ്ത്ത് ഇക്വേഷൻ നമ്പർ 5 നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് TDB കിട്ടും. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ നമ്പർ 6ലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, ആക്ച്വലി ക്വസ്റ്റ്യൻ അനുസരിച്ച് എക്സിന്റെ വാല്യൂ, അതായത് നമ്മുടെ ഡിയിൽ ആക്ട് ചെയ്യുന്ന വെയിറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 572.66 ന്യൂട്ടൺ എന്നാണ്. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഇത് നോട്ട് ചെയ്യാം. ഇതാണ് ആൻസർ. ആക്ച്വലി ഈ പ്രോബ്ലത്തിന്റെ ആൻസർ ഇതാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇതാണ് ഇതിന്റെ പ്രോബ്ലം ചെയ്യേണ്ട രീതി. കുറച്ച് ലെങ്തിയാണ്, പക്ഷേ ഈ പ്രോബ്ലം ഒക്കെ ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇതുപോലത്തെ പ്രോബ്ലം അല്ലെങ്കിൽ ഇതേ പ്രോബ്ലം അതുപോലെ ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. ഇത് ബേസിക് പ്രോബ്ലം ആണ്. ഓക്കെ, നമുക്കിനി അടുത്ത് പഠിക്കാനുള്ളത് കൺസെപ്റ്റ് ഓഫ് മൊമെന്റ് ആണ്. നമുക്കത് അടുത്ത ക്ലാസ്സിലോ പഠിക്കാം. ഓക്കെ, ശരി.